അപ്പോൾ ഇന്ന് രാവിലെ റോപ്പ്മാവ് വേണ്ടിട്ട് അപ്പോൾ റോപ്പ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബീൻസും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിടാൻ വേണ്ട. ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിടാൻ മറന്നു പോകുന്നുണ്ട്. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഇതുകൂടി സവാളയും കൂടി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴറ്റണില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇട്ടോളൂ കേട്ടോ. പിന്നെ റവ നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ റവ കൂടുതലും വെള്ളം കമ്മിയോണ്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചിരവിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നെയ്യും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റവ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല, പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു അലക്കിയത്. അപ്പോൾ അതെടുത്തിട്ട് ഉണക്കാടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നേരെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആ നേരത്ത് പുറത്ത് പോയിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വെയിലാണ് ഇവിടെ. മരങ്ങളൊന്നും 4 ഭാഗത്തും ഇല്ലാത്തതുകൊണ്ട് പുറത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിലാണ്. പിന്നെ അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലിടുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കോണിയുടെ മേലായിട്ടാണ് ഇടുന്നത്. ഇവിടെ ആസ്ബറ്റോസാണ്. അപ്പോൾ ആ ഭാഗത്ത് നല്ല ചൂടുണ്ടായിരിക്കും. പിന്നെ നേരിട്ട് വെയിൽ കിട്ടില്ല. അപ്പോൾ തുണികൾക്ക് നല്ലതാണ്, നരക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മിഴി ആദ്യം പോയി, പിന്നെ ഞാൻ വന്നു. അവളിനെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ അത് വെന്തോ നോക്കുകയാണ്. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അരി ഇട്ടിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എവിടെ പോയി വന്നു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് തുണികളുണ്ടാകും മടക്കി വയ്ക്കുകയാണ്. ഇതൊക്കെ ദിവസം മടക്കി വയ്ക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഈ തുണികൾ മടക്കണതിൽ ഭയങ്കര മടിച്ചിയായതുകൊണ്ട് അതിങ്ങനെ അവിടെ കൂടി കിടക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വന്ന തുണ്ട് എന്തായാലും അപ്പം തന്നെ മടക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് മടക്കി വയ്ക്കണം. അപ്പോൾ മിഴിൻ്റെ അതിൻ്റെ ഇടയിൽ അവൾ അവിടെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിഴിയുടെ കുറച്ച് ഡ്രസ്സുകൾ തിരിച്ചു വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ബനിയൻ വേറെ ഒരു പാത്രത്തിലും ട്രൗസറുകൾ വേറൊരു പാത്രത്തിലും, അല്ലെങ്കിൽ അതെല്ലാം കൂടിക്കുഴഞ്ഞ് കിടന്ന് ആകെ കുത്തിമറിഞ്ഞ് കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് പിന്നെ ഇന്ന് മുരിങ്ങയാണ് കറി വെക്കുന്നത്. മുരിങ്ങ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പമ്മയുടെ മുരിങ്ങയിൽ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. മിക്കപ്പോഴും ഞാൻ എളുപ്പപ്പണിയല്ല, അപ്പോൾ ഇങ്ങനെ താളിച്ചിട്ടാണ് വെക്കാറ്. അപ്പം താളിച്ച് വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നല്ല പച്ചവെള്ളത്തിൽ നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും, വലിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് അല്ലെങ്കിൽ അരിമുളകും കൂടി ചതച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച് വരുമ്പോൾ ഉപ്പും ഈ ഇതും കൂടി ചേർക്കാം, മുരിങ്ങയും കൂടി ചേർത്താൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് താളിച്ച് കിട്ടും കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെമ്പല്ലി മീനൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വറുത്തുണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വന്നു. ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ചോറ് ഊറ്റിയ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കയ്പ്പയ്ക്ക ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉപ്പേരി വെച്ചു. പിന്നെ കുറച്ച് ചുക്കുവെള്ളം. അപ്പോൾ ഞാൻ ഇന്നലത്തെ കറി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ